ഗൈസ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് അനദർ വെക്കേഷനായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റേക്കേഷനായിട്ട് എത്തിക്കുന്നത് മൂന്നാർ ഒരു റിസോർട്ടിലാണ്. ഫോറസ്റ്റ് കൗണ്ടി എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മൾ റിസോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ നമ്മളുടെ ത്രൂ ഔട്ട് ജേണി ഒന്ന് കണ്ടിട്ട് പോയോ. ഇപ്പം നമ്മൾ റിസോർട്ടിലെത്തി, അതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോയോ, എന്നിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ടാറ്റാ. അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് നേരെ മൂന്നാർക്കുള്ള യാത്രയിലാണ്. അപ്പോഴത്തേക്ക് സൂര്യൻ ഏകദേശം ഉദിച്ചുയർന്ന് നല്ല ചുമന്ന് തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പോണ വഴിക്ക് ഞാൻ ഏറ്റവും ആസ്വദിച്ചൊരു കാഴ്ചയായിരുന്നു. കാരണം പുല്ലിൻ്റെ മേളിൽ മഞ്ഞിങ്ങനെ മെത്ത വിരിച്ച പോലെ കിടക്കുമായിരുന്നു. അപ്പം മൂന്നാർക്ക് ഇപ്പോൾ പോകുമ്പോഴത്തേക്കും മാസ്ക് ഒക്കെ വെച്ച് പോകണം നല്ലതായിരിക്കും. കാരണം നല്ല റോഡ് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല പൊടിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ചേട്ടൻ മസാല ദോശയും ഞാൻ വടയും ചായയും കഴിച്ചു. ശരിക്കും നമുക്ക് നല്ലൊരു റിലാക്സേഷൻ തരുന്ന ഒരു സ്ഥലമാട്ടോ മൂന്നാർ. നമ്മുടെ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നും ഈ ഒരു ക്ലൈമറ്റിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ നല്ലൊരു സ്പോട്ടാണ്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ റിസോർട്ടിൻ്റെ പാർക്കിങ്ങിലെത്തി. അപ്പോൾ അവർ നമുക്ക് ജീപ്പ് കൊണ്ടുവരും. കാരണം ഓഫ് റോഡാണ് റിസോർട്ട്. അപ്പം നമ്മൾ അവരുടെ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് അവരുടെ ജീപ്പിൽ ട്രക്കിംഗ് വഴിയാണ് നമ്മൾ പോകാൻ പോണത്. ഇവിടെ ആന ഇറങ്ങണതിനെ പറ്റി ഡ്രൈവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വീഡിയോയിൽ ക്ലിയർ അല്ല, അപ്പോൾ ഞാൻ സബ് ടൈറ്റിൽ ആഡ് ചെയ്ത് തരാം. നമ്മുടെ റിസോർട്ടിൽ നിന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന സ്പോട്ടല്ലോ സൂപ്പർ റൂമാണ്. നമുക്ക് അതുപോലെ 4 to 6 ആണ് ടൈം. നമുക്കായിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്. 7 മണിക്കാണ് ക്യാമ്പ് ഫയർ വരുന്നത്. കോമൺ ആണ്. എന്നിട്ട് 8:30 നമുക്ക് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് രാവിലെയാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ജംഗിൾ വാക്ക് വരുന്നത്. 7 ജംഗിൾ വാക്ക് 7 to 7:30 നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ഇപ്പോൾ ഉണ്ടാവില്ലേ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ സമയത്തോടെ ഉണ്ടാവണം. ഓക്കെ. എവിടെ നമ്മൾ ആരെ കൊണ്ട് ഇവിടെ കൊണ്ടുണ്ട് റൂമാണ് വരുന്നത്. സോ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് റൂം തുറന്ന് അകത്തേക്ക് കയറാം. അങ്ങനെ വലതുകാലം വെച്ച് ഞാൻ റൂമിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങളിപ്പോൾ ഹെറിറ്റേജ് റൂമാണ് ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുറ്റിനും വുഡാണ് ബിൽഡ് ചെയ്തേക്കണം. വോളിൽ ഫുൾ വുഡാണ്. ടോപ്പ്, അതായത് റൂഫ് ടോപ്പ് മൊത്തം വുഡാണ്. പിന്നെ നമുക്ക് ഈ റൂമിൽ വരുന്നത് ഒരു സെറ്റ് വരുന്നുണ്ട്, ഒരു ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്, ഒരു ജസ്റ്റ് ടേബിൾ ആൻഡ് ചെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ. പിന്നെ ഒരു ബെഡും പിന്നെ ചെറിയൊരു ടീപ്പോയും പിന്നെ 2 ചെയേഴ്സുമാണ് ഉള്ളത്. പിന്നെ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത ഈ റൂമിൻ്റെ എന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ ആണ്. ഇത് ഏറ്റവും മേളിലുള്ള റൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ പോയിന്റ് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ TV ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ തന്നെ അടങ്ങിയിരിക്കില്ല, പുറത്തിറങ്ങി കാഴ്ചകൾ കാണാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ കുത്താനല്ലല്ലോ വന്നേക്കുന്നത്, അതുകൊണ്ട് മൊബൈൽ ഫോൺ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളൊരു ഫാമിലീനെ പോലെ ആട്ടോ കണ്ടുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല. ജസ്റ്റ് ഒരു വാക്കിങ്ങിന് ഇറങ്ങിയിട്ടാണ്. റിസോർട്ട് മൊത്തം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ ആന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആനപ്പിണ്ടമൊക്കെ കണ്ടില്ല ലൈവായിട്ട്. നമ്മൾ അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ടായി ആനപ്പിണ്ടം. അപ്പം അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. നമ്മൾ
ഈവനിങ് സ്നാക്സ് കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ കട്ട്ലേറ്റ് എത്തി. പിന്നെ നമ്മൾ സ്നാക്സും കഴിച്ച് ആ കാഴ്ചയും കണ്ട് അങ്ങനെ ഇരുന്നു. ഞങ്ങളൊരു ഫെബ്രുവരി ടൈമിലാണ് പോയത്. ആ സമയം സീസൺ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും അവിടെ നല്ല തണുപ്പും നല്ല കോടയുണ്ടായി. അപ്പോൾ സീസൺ ടൈമിൽ പോയുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തണുത്ത് മരവിച്ചിരിക്കും. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, കൊളുക്കുമലയിൽ പോകുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ വന്നാൽ ആ കൊളുക്കുമലയിലെ സെയിം എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടും. കാരണം അവിടെ എങ്ങനെയാണോ, കൊളുക്കുമലയിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്ന ഒരു ആംബിയൻസ്, അതുപോലത്തെ സെയിം സാധനം നമുക്ക് ഇവിടെ ഈ റിസോർട്ടിൻ്റെ പുറകിൽ ഈ ഒരു മലയിൽ കാണാൻ പറ്റും. വേറെ ആക്ടിവിറ്റി ഒന്നും വേണ്ട, ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ നോക്കിയിരുന്ന് നമ്മുടെ സമയം പോകും. കാരണം മിനിറ്റിനാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ക്ലൈമറ്റ് അല്ല പിന്നെ കാണുന്നത്. ഞാൻ കുറച്ച് മുന്നേ കാണിച്ച ക്ലൈമറ്റ് അല്ലല്ലോ ഇപ്പോൾ കണ്ട. പെട്ടെന്നാണ് മഴ പെയ്തത്, പെട്ടെന്ന് മഴ നിൽക്കുന്നു, മഴ പെയ്യുന്നു, കോട വരുന്നു, കോട പോകുന്നു, സൺലൈറ്റ് അടിക്കുന്നു. അങ്ങനെ പല പല ക്ലൈമറ്റ്സ് ആയിരുന്നു അറ്റ് എ ടൈം ആ ഒരു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടോ, ആ ഭാഗത്ത് ഭയങ്കര മൂടലാണ്, കോട വന്ന് മൂടിയേക്കണേ. പക്ഷേ ഇപ്പുറത്തെ ഭാഗത്ത് നല്ല വെട്ടം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ചേഞ്ചസ്, നമ്മൾ ഈ നേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മളിവിടെ കാണാം. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഔട്ടർ വ്യൂ. ഇതാ പുറകിൽ കാണുന്നതാണ് റിസോർട്ട്. അതിൻ്റെ ഫ്രണ്ട് ഇത് ബാക്കാണ്, ബാക്ക് സൈഡിലാണ് ആക്ടിവിറ്റി ഏരിയാസൊക്കെ. ഈ മലകളിൽ കൂടെയാണ് നമ്മൾ നാളെ രാവിലെ ട്രക്കിങ് പോകാൻ പോണത്. അപ്പോൾ നമുക്ക് നാളെ ട്രക്കിങ്ങിന് പോകുമ്പോൾ കാണാം എന്താണ് അവസ്ഥയെന്ന്. ഗൈസ്, ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇനി നമ്മൾ ക്യാമ്പ് ഫയർ നടക്കുന്നുണ്ട്, അവിടെ പോകാൻ വേണ്ടി. നല്ല മുട്ടം മഴയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ നടക്കണം, അങ്ങോട്ട് പോകണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയറിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ എത്തിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ പാട്ടൊക്കെ ആയിട്ട് ബഹളം കാണിച്ചു തരാം. നമ്മളപ്പോൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞു. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോണേന്. അതിന് മുന്നേ ഇവിടെ മുകളിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് അതും പോയി കണ്ടിട്ട് വരാം. ഇതാണ് ഇവരുടെ ആക്ടിവിറ്റി ഏരിയ. ക്യാരംസ് ഉണ്ട്, ടെന്നീസ് ഉണ്ട്. പിന്നെ ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. ഇതിവർ ഇങ്ങനെ പയ്യെ ഡെവലപ്പാക്കി വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം നമ്മൾ വന്ന വഴി ഓർക്കണ്ടോ? ഇത് ഇവിടെ വെള്ളമില്ല, ഓഫ് റോഡ് ആനയുടെ വല്ലതും ഉണ്ടോ? ഇതൊന്നുമല്ല, ഇതിനേക്കാൾ സെറ്റ് സാധനം. നമ്മള് ആ വഴിക്കാണ്, ഇപ്പൊ കാടൊക്കെ തെളിച്ചു. ഇതാണ് ആ ഇടിച്ചു പൊളിച്ചിട്ടേക്കുന്നല്ലേ? അന്ന് നല്ല കാടുണ്ട് ഇതില്. അയ്യോ, ഇതാണ് ഇത് തന്നെയാണ് ഇവിടെ വന്നത്. അല്ല, അത് വേറെ കൊറേ വീഡിയോ ആണ്. അവിടെ അത്രയും വലിപ്പമുണ്ട് സാധനം, ഓരോ ഒരു കൂറ്റ സാധനം. ഞങ്ങളെ ഓടിക്കുന്ന ഒരു സീനുണ്ട് അതില്. ഇങ്ങോട്ട് ഓടി വരുമോ? ഞങ്ങൾ ബാക്കി ഓടി. നമ്മളെ റോഡില്ലേ നേരെ ഇവിടുന്ന് നല്ല ഓടിപ്പോ സാധനം, എല്ലാം വലുതായി സാധനം. അത് നമ്മളൊരു ഡ്രൈവർ പുള്ളിക്കാരനുണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പ് ഫയറിന് പോയി വന്നപ്പോൾ നമുക്ക് ബാർബിക്യൂ കിട്ടി. 2 പീസ് ഉണ്ട്, മൊത്തത്തിൽ 4 പീസ് ഉണ്ട്. ഇപ്പം നമ്മൾ 2 എടുത്തോളൂ, ബാക്കി 2 നമ്മൾ ഡിന്നറിലെടുക്കും. ഇതാണ് റൈസ് ഉണ്ട്, ബിരിയാണി റൈസ്, ചിക്കൻ സ്റ്റൂ, ഏതോ വെജിറ്റബിൾ കറിയാണ്. ഇത് വെജിറ്റബിൾ കറി, ഇത് പായസം. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ റിസോർട്ടിലെ നൈറ്റ് വ്യൂ. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.